സംഘപരിവാറുകാരെ നിങ്ങൾ നോക്കുക, അതിൻ്റെ ഫുൾ ടൈമേഴ്സിനെ അതിനുവേണ്ടി ജീവിതം സമർപ്പിച്ച ആളുകളെ പലരുടെ അടുത്ത് നമുക്ക് കാണാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത് സിദ്ധാന്തപരമായി തന്നെ അവർ റേപ്പിനെ അനുകൂലിക്കുന്നവരാണ്. ഇപ്പോൾ ഗുജറാത്ത് വംശഹത്യ നടക്കുന്ന സമയത്ത് തെഹൽക്ക പുറത്തുവിട്ട ഒരു ഓഡിയോ ക്ലിപ്പുണ്ട്. അതിൽ ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്തു മനുഷ്യനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അവരെ റേപ്പ് ചെയ്തോ? അയാൾ അഭിമാനത്തോടെ പറയും, ഞാൻ അവരെ റേപ്പ് ചെയ്തു എന്ന് പറയും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അത് തെറ്റെല്ലാം ചോദിക്കുമ്പോൾ നമ്മളൊരു പഴക്കൊല ആകെ എടുത്ത് നിലത്തടിച്ച് തകർക്കാൻ പോവാണ്. അതിന് മുമ്പായിട്ട് നമ്മൾ ഒന്നോ രണ്ടോ പഴം എടുത്ത് തിന്നില്ലേ? അതിനെന്താ തെറ്റ്? അയാൾ ചോദിക്കുകയാണ് ഒരു കുട്ടിയെ റേപ്പ് ചെയ്തതിനെക്കുറിച്ച്. എന്നിട്ട് അവൾ ചത്തോ? അടിച്ചടിച്ച് ഞാൻ അവളെ അച്ചാറ് പോലെ ആക്കി എന്ന് പറയുന്നുണ്ട്. അയാളുടെ ഭാര്യയൊക്കെ അടുത്ത് നിൽക്കുമ്പോൾ അത് പറയുന്ന ഓർക്കണം, അയാളുടെ ഒരു കസിനൊക്കെ നിൽക്കുമ്പോൾ. അങ്ങനെ ശത്രുവായിട്ട് ഞങ്ങൾ കാണുന്ന മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെ കൊല്ലാം, കുഞ്ഞുങ്ങളെ കൊല്ലാം. നിങ്ങൾ എവിടെയെങ്കിലും ഒരു സംഘപരിവാറിനെ കണ്ടിട്ടുണ്ടോ? ഗുജറാത്ത് വംശഹത്യയിൽ 10,000 ആൾക്കാരെ കൊന്നു, എത്രയോ കുഞ്ഞുങ്ങളെ കൊന്നു, വെട്ടിയും കുത്തിയും കൊന്നു, എത്രയോ സ്ത്രീകളെ റേപ്പ് ചെയ്തു. തെറ്റാണെന്ന് പറഞ്ഞാൽ അത് വേണ്ടായിരുന്നു, മോശമായിപ്പോയി എന്ന് പറഞ്ഞ ഒരു സംഘപരിവാറിനെ നിങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ? കാണാൻ നിങ്ങൾക്ക് പറ്റില്ല. അത് നമ്മുടെ വിരാട് രൂപമായിരുന്നു പറഞ്ഞ ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഈ പറഞ്ഞ ബിൽക്കിസ് ബാനുവിൻ്റെ 3 വയസ്സുള്ള കുഞ്ഞിനെ തലയിലടിച്ച് കൊന്നു, എന്നിട്ടാണ് ബിൽക്കിസ് ബാനു റേപ്പ് ചെയ്യുന്നത്. ആ കേസിൽ പ്രതികളാക്കപ്പെട്ട ആൾക്കാരെ വെറുതെ വിട്ട് ഭരണകൂടമാണ്. ആ ഇറങ്ങി വന്നപ്പോൾ അവർക്കെല്ലാം ഹാരമണിച്ച് കാവി ലഡു വിതരണം ചെയ്ത ആൾക്കാരാണ് ഇവർ. ഇവർക്കത് ഒരു പ്രശ്നമായിട്ട് ഒരു ഘട്ടത്തിലും തോന്നുന്നില്ല. ഈ സമീപകാലത്ത് വെറുതെ പോയിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ചാറ്റ് ബോട്ടിനോട് ചോദിച്ചു നോക്കൂ, ആ BJP നേതാക്കൾ നടത്തിയിട്ടുള്ള റേപ്പ് അനുകൂല പരാമർശങ്ങൾ ഇഷ്ടം പോലെ കിട്ടും. മഹിളാ മോർച്ചയുടെ നേതാക്കൾ നടത്തിയത്, സന്യാസിമാരെന്ന് അവകാശപ്പെടുന്നവർ നടത്തിയത്. നിങ്ങളൊരു 10 പേരുടെ ഒരു ഗ്യാങ്ങായിട്ട് ഹിന്ദുക്കൾ തിരിയുക, എന്നിട്ട് നിങ്ങൾ ഇറങ്ങുക, എന്നിട്ട് നിങ്ങൾ മുസ്ലിം പെൺകുട്ടികളെയും സഹോദരിമാരെയും അവരുടെ അമ്മമാരെയും കണ്ടാൽ പിടിച്ച് മാസ് റേപ്പ് ചെയ്യുക, എന്നിട്ട് അവരെ തൂക്കിക്കൊല്ലുക. തെരുവില്ല, പഠിക്കട്ടെ അവർ പാഠം. നിങ്ങളുടെ ഹിന്ദു പെൺകുട്ടികളെ ആരെങ്കിലും നോക്കിയാൽ അപ്പോൾ തന്നെ അവൻ്റെ വീട്ടിൽ കയറി മുഴുവൻ സ്ത്രീകളെയും വലിച്ചിറക്കി റേപ്പ് ചെയ്ത് ഗർഭിണിയാക്കണം എന്ന് പറയുന്ന സന്യാസിമാരെ, നേതാക്കളെ ഇഷ്ടംപോലെ കാണാൻ പറ്റും. ഈ ഗുജറാത്ത് UP മുഖ്യമന്ത്രി പങ്കെടുത്ത ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഒരാൾ പറഞ്ഞത്, മുസ്ലിം സ്ത്രീകളെ അവരുടെ ശവക്കല്ലറയിൽ നിന്ന് തോണ്ടിയെടുത്തുകൊണ്ടൊന്ന് റേപ്പ് ചെയ്യണം, അത് ചെയ്യാൻ ഹിന്ദു വിവാഹിനിക്കല്ലാതെ മറ്റാർക്ക് കഴിയും എന്ന് പ്രസംഗിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് അവർക്കൊരു പുതിയ കാര്യമല്ല. അവരുടെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ്, അവരുടെ ഇഷ്ടമല്ലാത്ത മതത്തെ കൈകാര്യം ചെയ്യാനുള്ള മാർഗ്ഗമാണ് അവരുടെ സ്ത്രീകളെ റേപ്പ് ചെയ്യുക. അതിലൊരു ധാർമ്മിക പ്രശ്നം അവർ കാണുന്നില്ല, അത് അവരുടെ വീരകൃത്യമായിട്ട് അവർ കാണുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ 6 ഗ്ലോറിയസ് എപ്പോക്സ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന പുസ്തകത്തിൽ സവർക്കർ തന്നെ പറഞ്ഞിരിക്കുകയാണ്, റേപ്പ് ചെയ്യുമോ നിങ്ങളുടെ ധർമ്മത്തിൻ്റെ അവകാശത്തിൽപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അത് TG മോഹൻദാസ് ആവർത്തിച്ച് പറയുന്നതിൽ ഒരു തെറ്റും കാണാൻ പറ്റുന്നില്ല. പക്ഷേ കേരളത്തിൽ നിന്നത് പറയുമ്പോൾ അതിനകത്ത് എന്ത് നടപടിയെടുക്കാൻ ഭരണകൂടം ഉണ്ടെന്നുള്ളതാണ് ചോദ്യം. രണ്ടാമതൊരു പോയിന്റ്, ഇപ്പോൾ നിങ്ങൾ വെറുതെ ഫേസ്ബുക്കിലൊക്കെ പോയി നോക്കിയാലും കാണാം, പൂർണ്ണസമയ പ്രവർത്തകനൊക്കെ ആയിട്ടുള്ള സേവകനൊക്കെ ആയിട്ടുള്ള ഇറങ്ങിയിട്ടുള്ള ആളുകൾ ഭയങ്കര സെക്ഷുവലി ഫ്രസ്ട്രേറ്റഡുമാണ്. എന്ത് പറഞ്ഞാലും, നിങ്ങളൊരു ഫോട്ടോ ഇട്ടാലോ നിങ്ങളെന്തെങ്കിലും പറഞ്ഞാലോ നിങ്ങളെ സെക്ഷുവലി അറ്റാക്ക് ചെയ്യാൻ അവർ വരും. അത് അവരുടെ ലൈംഗിക ദാരിദ്ര്യ നിരാശയാണ്. അത് നിങ്ങൾ എത്ര പ്രായമായാലും ലൈംഗിക ദാരിദ്ര്യമുള്ളവർക്ക് റേപ്പിസ്റ്റുകളാണെന്നുള്ള അല്ല, അങ്ങനെ പ്രശ്നമുണ്ട്. ആ വർത്താനം പറയുമ്പോഴേ ഈ വർത്താനത്തിനകത്ത് പ്രശ്നമുണ്ടല്ലോ. നിങ്ങൾ അവിടെ വന്നിട്ടുള്ള ആളുകളുടെ മുഴുവൻ അവർ ലോക്കട്ട് ഉടുപ്പിട്ട്, ഞാൻ പറഞ്ഞ 2 പോയിന്റാണ്. ഇയാൾ പറഞ്ഞ പല കാര്യങ്ങളും നിങ്ങൾ എടുക്കണം. അവിടെ വന്നിട്ടുള്ള പെൺകുട്ടികളെ കുറിച്ച് അദ്ദേഹം പറയുന്നത് അവരുടെ വസ്ത്രധാരണത്തിലെ പ്രശ്നങ്ങളാണ്. അവർ വന്നിട്ടുള്ള വസ്ത്രങ്ങൾ എന്ന് വെച്ചാൽ ലോക്കട്ടുള്ള വസ്ത്രമാണ്, ക്ലീവേജ് കാണുന്ന വസ്ത്രമാണ്, അവിടെയുള്ള ആളുകൾ പരസ്പരം കെട്ടിപ്പിടിക്കുന്നു. ഈ കാണുന്നതിനകത്തൊരു പ്രശ്നമുണ്ട്. ആ കാണുന്ന അങ്ങനെ വരുന്ന ആൾ, അവരിപ്പോൾ ഏത് സമരത്തിൽ പോയി നാളെ പരിസ്ഥിതിവാദികളെ പോയി മരത്തെ കെട്ടിപ്പിടിക്കും, അപ്പോഴും അവരുടെ ലോക്കട്ട് വസ്ത്രമായിരിക്കും. ആ കാഴ്ചപ്പാടുണ്ടല്ലോ, അതിനകത്തുണ്ട് ഈ പറഞ്ഞ പ്രശ്നം. ഈ 2 പ്രശ്നമുണ്ട്. മറ്റേതെന്ന് വെച്ചാൽ സൈദ്ധാന്തികമായി തന്നെ അവരെ പഠിപ്പിക്കുന്നത് മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നമ്മുടെ ശത്രുക്കളായിട്ടുള്ള ക്രിസ്ത്യാനികൾ, അവരെ നമുക്ക് എന്തും ചെയ്യാം, അതിലാണ് നിൽക്കുന്നത്. മറ്റേ പ്രശ്നമുണ്ട്, എന്ത് കണ്ടാലും അവരുടെ വസ്ത്രം പ്രശ്നമാണെന്ന്, നമുക്കെതിരാണെങ്കിൽ അവരെ ഏത് നിലയ്ക്കും ആക്ഷേപിക്കാൻ തോന്നുന്ന ഒന്ന്, മറ്റൊന്നവരെ ലൈംഗികമായി ചുവയോടെ ആക്ഷേപിക്കാൻ തോന്നുന്നത്, അങ്ങനെ പലതരം പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. മാറ്റി നിർത്താം. നമ്മൾ ഇവരിൽ നിന്ന് അങ്ങനെ നന്മയൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അവരിത് ചെയ്യാൻ വേണ്ടിയാണ്, ഇത് വർത്താനം പറയാൻ മാത്രമല്ല, അത് ചെയ്ത പാരമ്പര്യം അവർക്കുണ്ട്. ഗുജറാത്ത് വംശഹത്യ മുതൽ ഇങ്ങോട്ടുള്ള കലാപങ്ങളുടെ ഒരു നീണ്ട നിര ഇന്ത്യയിലുണ്ട്. എടുത്തു നോക്കിയാൽ അത് ഈ പണി തന്നെ എടുത്തിട്ടുള്ളവരാണ്. അതുകൊണ്ട് അത്ഭുതമൊന്നുമില്ല. കേരളത്തിൽ ഇത് പറയുമ്പോൾ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ഒരു മന്ത്രി ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ നിലപാട് എന്താണെന്ന് നമുക്കറിയണമെന്ന് ആഗ്രഹമുണ്ട്. ഇവിടെ സംഘപരിവാറിൻ്റെ കടന്നുകയറ്റം തടയും എന്നൊക്കെ പ്രഖ്യാപിച്ചിട്ടുള്ളൊരു ഭരണകൂടം ഇവിടെ ഉള്ളത്. ഇപ്പോഴും കേസെടുത്തിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ സമയത്തുണ്ടോയെന്ന് അറിയില്ല. വിവിധ സ്ഥലത്ത് നിന്ന് പരാതി വന്നു കഴിഞ്ഞു. ആ പരാതിന്മേൽ എന്ത് നടപടി സ്വീകരിക്കുന്നത്? അൻസിബയുടെ പരാതിയിലേതുപോലെ പോലീസ് എഴുതി കൊടുക്കുന്ന റിപ്പോർട്ട് വായിക്കാനാണോ ഇരിക്കുന്നത്? എന്നിട്ട് പിന്നെയും ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞ് ഇറങ്ങുമോ? അതിറങ്ങി അതുകൊണ്ട് തീർക്കാൻ പറ്റുമെന്നുള്ള പ്ലാനിലാണല്ലോ എന്ന് വിശദീകരിക്കാനുള്ള ബാധ്യത സർക്കാരുണ്ട്. കാരണം ഇന്ത്യ ഒട്ടാകെ ശ്രദ്ധിക്കപ്പെട്ട ഒരു സമരത്തെക്കുറിച്ചാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ്. ആ സമരത്തിൽ കോൺഗ്രസ് ഒരു നിർണായകമായ സ്റ്റെപ്പ് എടുത്തിട്ടുള്ള സമരമാണ്. അതിനെക്കുറിച്ച് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ മുഴുവൻ സംസാരിച്ചാണ്. എല്ലാ കോൺഗ്രസ്സുകാരും ഇതിനെക്കുറിച്ച് എഡ്യൂക്കേറ്റഡാണ്. ആ പ്രശ്നത്തിൽ പറഞ്ഞിട്ടുള്ള അഭിപ്രായമാണ്. TG മോഹൻദാസ് ഒരു ചില്ലറക്കാരനുമല്ല, അദ്ദേഹം ഈ ഹിന്ദുത്വ എക്കോസിലെ ഒരു വലിയ സൈദ്ധാന്തികനുമാണ്. വളരെ പോപ്പുലറായിട്ടുള്ള ആളാണ്, TV-ലൊക്കെ എപ്പോഴും പ്രത്യക്ഷപ്പെടുന്ന ആളാണ്. സോ ഇതിനകത്ത് കേസെടുക്കുമോ അതോ TG മോഹൻദാസിൻ്റെ ജന്മദിനത്തിന് അപ്രതീക്ഷിത അതിഥിയായിട്ട് സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തരമന്ത്രി അവിടെ പോയി നിൽക്കുമോ
എന്നാണ് നമ്മൾ കാത്തിരിക്കുന്ന കാര്യം. രണ്ടാമത്തേനാണ് സാധ്യത കൂടുതലെന്നാണ് എനിക്ക് തോന്നുന്നത്.